ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ഭാവിയിലെ യാത്രയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഇന്ത്യൻ ടെക്നോളജിയെ കുറിച്ചാണ്. റോഡിലെ ട്രാഫിക് ബ്ലോക്കിൽ ഇനി മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് അവസാനിക്കാൻ ഒരുങ്ങുകയാണ്. നഗരങ്ങൾക്ക് മുകളിലൂടെ പാറിപ്പറന്ന് നടക്കാനുള്ള ഒരു സമയം ഇനി നമുക്ക് മുന്നിലേക്ക് ആഗതമാവുകയാണ്. ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. അതെ, കേട്ടത് ശരിയാണ്. നഗരങ്ങൾക്ക് മുകളിലൂടെ ചെറിയ എയർക്രാഫ്റ്റുകൾ ടാക്സി പോലെ പറക്കുന്ന കാലമാണ് ഇനി നമുക്ക് മുന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു സൂചനയാണ് ഇപ്പോൾ ദി ഇ പ്ലെയിൻ കമ്പനി നമുക്ക് നൽകുന്നത്. ചെന്നൈ ആസ്ഥാനമായ ഈ സ്റ്റാർട്ടപ്പ് ഈ വർഷം തന്നെ അവരുടെ ആദ്യ ഫുൾ സ്കെയിൽ പ്രോട്ടോടൈപ്പ് E200X പുറത്തിറക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇതൊരു സാധാരണ വിമാനമല്ല, നഗരങ്ങളിലെ യാത്ര തന്നെ പുനർനിർവചിക്കാൻ പോകുന്ന ഒരു ഇലക്ട്രിക് എയർക്രാഫ്റ്റ് തന്നെയാണ്. E200X എന്നത് ചെറിയ ദൂരങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഒരു കോമ്പാക്ട് ഇലക്ട്രിക് വിമാനമാണ്. നഗരത്തിനുള്ളിലും അടുത്തുള്ള നഗരങ്ങൾക്കിടയിലും വളരെ വേഗത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് എന്താണ് മാറ്റം ഉണ്ടാവുന്നത്? ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ട്രാഫിക് കൺജഷൻ തന്നെയാണ്. നഗരങ്ങൾ വളരുമ്പോൾ റോഡുകൾ അതിനൊത്ത് വികസിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഈ പ്രശ്നത്തിന് കാരണം. ഇത്തരം സാഹചര്യങ്ങളിൽ ആകാശത്തു കൂടി യാത്ര ചെയ്യുക എന്നതാണ് E200X പോലെയുള്ള പ്രോജക്റ്റുകളുടെ ലക്ഷ്യം. ഈ വിമാനത്തിന്റെ പ്രധാന പ്രത്യേകത എന്താണെന്നാൽ ഇത് പൂർണ്ണമായും ഇലക്ട്രിക് ആണ് എന്നതാണ്. പരമ്പരാഗത വിമാനങ്ങളെ പോലെ ഫ്യൂവൽ ഉപയോഗിക്കില്ല, കാർബൺ എമിഷൻ വളരെ കുറവ്. ഇത് പരിസ്ഥിതിക്ക് കൂടുതൽ സൗഹൃദപരമായ ഒരു സൊല്യൂഷൻ തന്നെയാകും. ഇപ്പോൾ ലോകമെമ്പാടും അർബൻ എയർ മൊബിലിറ്റി എന്ന ആശയം വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് നഗരത്തിനുള്ളിൽ ചെറിയ എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ച് യാത്ര നടത്തുന്ന സംവിധാനം. ഈ രംഗത്ത് ഇന്ത്യയും പിന്നിലല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്ലെയിൻ കമ്പനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപ് ചെറിയ ഡെമോൺസ്ട്രേഷനുകൾ ഉപയോഗിച്ച് ടെസ്റ്റിംഗ് നടത്തിയിരുന്നു ഈ കമ്പനി. ഇപ്പോൾ ഇത് കൊമേഴ്ഷ്യൽ ലെവലിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കമ്പനിയുടെ സൈഡിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ സ്കെയിലിലേക്കുള്ള പ്രൊഡക്ഷനാണ് ഈ ഒരു കമ്പനി ലക്ഷ്യമിടുന്നത്. ഈ പ്രോട്ടോടൈപ്പ് പുറത്തിറങ്ങുന്നതോടെ അവരുടെ ഡിസൈൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, ഓപ്പറേഷൻസ് ഒക്കെ എങ്ങനെ നടത്താം, സേഫ്റ്റി എങ്ങനെ ഉറപ്പാക്കാം, ഇവയെല്ലാം യഥാർത്ഥ സാഹചര്യങ്ങളിൽ പരിശോധിക്കാൻ സാധിക്കുമെന്നതാണ്. അതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം വരുന്നത് സർട്ടിഫിക്കേഷൻ. അതായത് ഈ എയർക്രാഫ്റ്റ് യാത്രയ്ക്കായി സുരക്ഷിതമാണ് എന്ന് ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ഘട്ടം. ഇതുകൂടി നേടിയാൽ അടുത്ത ഘട്ടം കൊമേഴ്ഷ്യൽ സർവീസുകൾ ആരംഭിക്കുക എന്നതാണ്. അവിടെ മറ്റൊരു പ്രധാന കാര്യമുള്ളത്, ഇതൊരു വലിയ സർക്കാർ പ്രോജക്റ്റ് അല്ല, ഇതൊരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് തന്നെ വികസിപ്പിക്കുന്ന ഒരു ടെക്നോളജിയാണെന്നത് നാം മനസ്സിലാക്കണം. ഇത് നമ്മുടെ ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് ലക്ഷ്യത്തിന് ഒരു വലിയ പിന്തുണയാണ് കേട്ടോ. എയറോസ്പേസ് പോലെയുള്ള ഹൈടെക് മേഖലകളിലും സ്റ്റാർട്ടപ്പുകൾ മുന്നോട്ട് വരുന്നു എന്നതിനുള്ള ഒരു വലിയ തെളിവാണ് ഇപ്പോൾ ഈ ഒരു നീക്കം. E200X പോലെയുള്ള വിമാനങ്ങൾ ഭാവിയിൽ എന്തെല്ലാം മാറ്റങ്ങളാകും കൊണ്ടുവരിക? ആദ്യമായി പറയുകയാണെങ്കിൽ നഗരങ്ങൾക്കിടയിൽ യാത്രാ സമയം വളരെ കുറയുമെന്നതാണ്. ഉദാഹരണത്തിന് മണിക്കൂറുകൾ എടുക്കുന്ന യാത്ര കുറച്ച് മിനിറ്റുകൾ മാത്രം കൊണ്ട് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും. രണ്ടാമതായി പറയുകയാണെങ്കിൽ ചെറു നഗരങ്ങളിലും വലിയ നഗരങ്ങളിലും കൂടുതൽ മികച്ച രീതിയിൽ തമ്മിൽ ബന്ധിപ്പിക്കാനും ഇത് സാമ്പത്തിക വളർച്ചയ്ക്കുമൊക്കെ സഹായിക്കുമെന്നതാണ്. മൂന്നാമതായി പറയുകയാണെങ്കിൽ ഇലക്ട്രിക് ആയതിനാൽ തന്നെ ഓപ്പറേഷൻ ചിലവ് കുറയാൻ വലിയ സാധ്യതയുണ്ട്. അതുപോലെ ഭാവിയിൽ ഇത് സാധാരണ ആളുകൾക്കും ആക്സസ് ചെയ്യാൻ കഴിയുമെന്നതാണ്.